സ്കൂളിൽ വിട്ട് വന്നതേ ഉള്ളൂ. അപ്പം അതുപോലെ നമുക്കൊരു വീഡിയോ എടുത്താലും നമുക്കൊരു സംഭവം കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ കൾച്ചറൽ ഫസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു സ്കൂളിൽ. അല്ല ഞാൻ ആദ്യം ഇപ്പോൾ സ്കൂളിൽ വിട്ട് വന്നില്ല. അപ്പോൾ ഞാൻ മുടിയെല്ലാം അപ്പോഴത്തേക്ക് അയച്ചു. അപ്പോൾ എൻ്റെ അമ്മ പറയുന്നത് മോളെ നീ എന്തിനാണ് ഇപ്പോൾ മുടി അയച്ച് നിൽക്കൊരു വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ അമ്മയോട് പറഞ്ഞു അത് അമ്മ അത് സാരമില്ല, മുടി എന്നാലും കെട്ടിയിട്ടുണ്ടാവും അയച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അമ്മ സാരിക പറഞ്ഞ് എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞേ. അപ്പം ഞാൻ വീഡിയോ എടുത്തത് കൾച്ചറൽ ഫസ്റ്റ് പറഞ്ഞ ഒരു സംഭവമില്ല എൻ്റെ സ്കൂളിൽ. അപ്പം അതിന് വേണ്ടി ഒരു പ്രോഗ്രാമിൻ്റെ പങ്കെടുത്തില്ല 2 എണ്ണം. എന്ന് വെച്ചാൽ ഒന്ന് ഫാൻസി ഡ്രസ്സ്, പിന്നെ ഒന്ന് ലൈറ്റ് മ്യൂസിക്കുമാണ്. അപ്പോൾ നമുക്ക് ഫാൻസി ഡ്രസ്സിനെ കിട്ടിയില്ല. നല്ല രസത്തിൽ ഞാൻ ഒരുങ്ങിയില്ല. പക്ഷെ അതല്ല സ്പീച്ചിലാണ് പറയുന്നതിനാ നല്ല അടിപൊളിയാണ്. പക്ഷെ അത് ബസ് കറങ്ങാൻ പറയുമ്പോൾ മക്കളെ മനസ്സിലായിട്ടില്ല. പിന്നെ മെയിൻ കറങ്ങുക ഇതിന്. അപ്പോൾ ഗൈസ് ലൈറ്റ് മ്യൂസിക് നമുക്ക് സെക്കൻഡാണ് ഗൈസ് കിട്ടിയെന്ന് പറയുന്നത്. സെക്കൻഡാണ് കിട്ടിയത്. പക്ഷേ ഇത് മിസ്സിന് എന്തോ മാറിപ്പോയതാന്ന് തോന്നുന്നു. ഇവിടെ തേർഡ് ആ മിസ് ഇവിടെ പറഞ്ഞിരുന്നു തേർഡ് നേടിയിട്ടുണ്ട്. മിസ് ഇവിടെ ഇങ്ങനെ സെക്കൻഡ് നമുക്ക് പറയും. പക്ഷെ ഇവിടെ തേർഡ് ഒന്നാണ് കിട്ടിയത്. എന്നാ മിസ്സിനോട് ചോദിച്ചു നോക്കാം. അപ്പം ഗൈസ് നിനക്ക് എൻ്റെ സർട്ടിഫിക്കറ്റും ട്രോഫിയും കൂടി കണ്ടതിന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ. അല്ലേ ഒരു മിനിറ്റ് ഗൈസ്, ഒരു കാര്യം പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ എടുത്ത് ഒരു കപ്പയും മത്തിയും എല്ലാം. ഇതെൻ്റെ ഓൾഡ് വീഡിയോ ആണ്. അതുകൊണ്ട് അത് ഇടാം. ഇത് ഞാൻ എൻ്റെ അമ്മേനെ കൊടുക്കട്ടെ. ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തില്ല. എന്ന് വെച്ചാൽ കപ്പയും മത്തിയും കാന്താരി സമന്തിയും കാന്താരി എല്ലാം. അത് ശരിക്കും ഒരു ഓൾഡ് വീഡിയോ ആയിരുന്നു. അത് പണ്ടത്തെ അല്ല. അത് നമുക്ക് കുറേ ഞാൻ ഓരോന്നായിരിക്കും അപ്പാട് എടുത്തപാട് അപ്പാട് ഇടൂല. ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കും. അതിൻ്റെ എടുത്തിട്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ആയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇടും. എന്നിട്ട് ഇടും അമ്മ സെലക്ട് ചെയ്യും. ഇത് അപ്പോൾ നമുക്ക് ഇടാൻ സമയം കിട്ടില്ല. നമുക്ക് ഓരോന്ന് എഡിറ്റ് ചെയ്യാൻ അപ്പം നമുക്ക് ഇടാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് വ്രതത്തിൻ്റെ സമയത്ത് തന്നെ വരണോ എന്തിനാ തോന്നിയെന്ന് നമുക്കും അറിയില്ല. എന്നുവെച്ചാൽ ഇന്ന് മുതൽ സ്കൂളിൽ പൂട്ടി സ്പോർട്സ് വന്നിട്ടില്ല. ഇന്ന് 3 ദിവസം ലീവാണ്. പിന്നെ 3 ദിവസം കഴിഞ്ഞാൽ അവിടെ അപ്പാട് സ്പോർട്സ് ആണെന്നൊക്കെ ഒന്നും പറയാൻ കിട്ടുന്നില്ല ഗൈസ്. ഇതെല്ലാം ഓരോന്നായിട്ട് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞിരുന്നല്ല. അമ്മ ഈ സ്പോർട്സിൻ്റെ കാര്യത്തെ ഈ ലീവിൻ്റെ കാര്യമില്ല ഞാൻ പെട്ടെന്ന് മറന്നു പോകുന്നത്. അപ്പോൾ അമ്മ ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ കപ്പയും പറ്റും ആദ്യം ഞാൻ വ്രതം മുറിച്ചിട്ടേ ഇല്ല. ഞങ്ങൾക്ക് 2 വ്രതം കൂടിയുണ്ട്. വ്രതം ഉള്ളൂ. അവരെ വ്രതം മുറിച്ചിട്ടില്ല കേട്ടോ. ചങ്ക് ബുക്ക് അമ്പലത്തിൽ ഇന്ന് പൂജിക്കേണ്ടതാണല്ലേ ഇന്നല്ലേ. ഇന്ന് എൻ്റെ ഏട്ടൻ കൊണ്ടുപോയി വെച്ചിട്ട് വരും. ഏട്ടൻ മാത്രം നമ്മളെല്ലാവരും പോയിട്ട് ബുക്ക് മാത്രമോ അല്ല നമ്മളെല്ലാവരും കൂടി പോകും. എല്ലാവരും കൂടി പോകുന്നതാണ് ഞാൻ വീഡിയോയിൽ എടുക്കുമല്ലോ ഉറപ്പായിട്ടും. ചില ഗൈസ് നമുക്ക് എൻ്റെ ഈ ട്രോഫിയും സർട്ടിഫിക്കറ്റും ഞാൻ ഇനി പറഞ്ഞതിൻ്റെ അത് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.